അമോര്യർ വളരെ ദൂരം ചുറ്റി സഞ്ചരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവരുടെ രാജ്യത്തെ ഭൂമിശാസ്ത്രപരമായി കൃത്യമായി പറയുവാൻ സാധ്യമല്ല. BC 3-ാം സഹസ്രാബ്ദത്തിൽ സുമേര്യർ സിറിയയെയും പലസ്തീനെയും അമോര്യരുടെ ദേശം എന്ന് വിളിച്ചിരുന്നു. ഒരു പ്രധാനപ്പെട്ട അമോര്യ സാമ്രാജ്യമാണ് മാരി. സാമ്രാജ്യത്തിൻ്റെ കേന്ദ്രം മാരി എന്ന ഒരു പട്ടണവുമാണ്. 1933 മുതൽ ഇവിടെ നടന്ന ഉൽഖനനങ്ങളുടെ ഫലമായി BC 3-ാം സഹസ്രാബ്ദത്തിൽ ഇവിടെ നിലനിന്ന മഹത്വപൂർണമായ സംസ്കാരം വെളിച്ചം കണ്ടു. 15 ഏക്കറിലധികം വ്യാപിച്ചു കിടന്ന വിശാലമായ കൊട്ടാരം, ഇഷ്ടാറിൻ്റെ ക്ഷേത്രം, ക്ഷേത്രഗോപുരം എന്നിവയാണ് പ്രധാന കണ്ടുപിടുത്തങ്ങൾ. ചുവർ ചിത്രങ്ങൾ കൊണ്ട് കമനീയമാണ് ആ കൊട്ടാരം. കൊട്ടാരത്തിലെ പുരാവസ്തു ശേഖരത്തിൽ നിന്നും ചരിത്ര പഠനത്തിനും ബൈബിൾ പഠനത്തിനും പ്രയോജനകരമായ 20,000 കളിമൺ ഫലകങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇവയിൽ പലതും ബാബേൽ ചക്രവർത്തിയായ ഹമ്മൂറാബിയുമായി മാരിയിലെ അവസാന രാജാവ് നടത്തിയ എഴുത്തുകുത്തുകളാണ്. ഹമ്മൂറാബിയുടെ കാലം നിർണയിക്കുവാൻ മാരി ലിഖിതങ്ങൾ സഹായിച്ചിട്ടുണ്ട്. ബൈബിൾ കാലഗണിതം അതോടെ സുഗമമായി. ലിഖിതത്തിലെ ഭാഷ ഒരു ശേമ്യ ദേശീയ ഭേദമാണ്. ഗോത്രപിതാക്കന്മാരുടെ ഭാഷയോട് അതിന് സാമ്യവുമുണ്ട്. ഒടുവിൽ മാരി സാമ്രാജ്യം ബാബേൽ ചക്രവർത്തിയായ ഹമ്മൂറാബിയുടെ മുമ്പിൽ താളടിയായി.